ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് നൈസ് പത്തിരി ഉണ്ടാക്കുക എന്ന റെസിപ്പി. സാധാരണയായി നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കാൻ പച്ചരിപ്പൊടി വറുത്തെടുത്തിട്ട് അതിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറല്ലേ. എന്നാൽ ഈ ഒരു നൈസ് പത്തിരി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അരിപ്പൊടി വറുക്കേണ്ട ആവശ്യമില്ല, വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഏത് തരം അരിപ്പൊടിയിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ സാധാരണ നമ്മൾ പച്ചരിപ്പൊടിയിൽ മാത്രമാണ് നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാറ്. ചില ആളുകൾ ബോയിൽഡ് റൈസിൽ ഉണ്ടാക്കും, പക്ഷെ കൂടുതലായിട്ടും പച്ചരിപ്പൊടിയിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ ഈ ഒരു നൈസ് പത്തിരി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് തരം അരിപ്പൊടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഇതിലെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ, ഇതിൽ ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറാണ്. നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി നൈസ് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബോയിൽഡ് റൈസ് പൗഡറാണ്. ഇത് വറുത്തിട്ടൊന്നുമില്ല. ഈ 1 കപ്പിനാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി. ഈ അരിപ്പൊടി 1 കപ്പാണെങ്കിൽ ചോറ് 2.25 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതായത് അരിപ്പൊടി കുറച്ചും ചോറ് കൂടുതലാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലാതെ ഡയറക്റ്റ് മിക്സിയിലോട്ട് ഇടരുത്. ഇത് മിക്സിയിൽ നമ്മളൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുക. മിക്സിയിൽ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് നിറച്ചങ്ങ് ഇടരുത്. ഇതുപോലെ ഒരു പകുതി ഭാഗം ഇടാം. ഒരു 3-4 ബാച്ചായിട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പൾസ് മോഡിൽ കറക്കി കൊടുക്കാം. ഇതൊരു 4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് പ്രാവശ്യം ഒന്നും കറക്കണ്ട, 2 സെക്കൻഡ് ആവശ്യമുള്ളൂ. ഇതാ നമ്മുടെ ചോറും അരിപ്പൊടിയും കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഇതൊരു 6 പ്രാവശ്യം കറക്കുക. ഇതുപോലെ 6 പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് നല്ല മാവായിട്ട് കിട്ടും. അതായത് നമ്മൾ നല്ല ഡോ ആയിട്ട് തന്നെ വരും. ഇതുപോലെ വരും. ഞാനിപ്പോൾ 2 കപ്പ് അരിയുടേത് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ബോയിൽഡ് റൈസ് പൗഡറിലും ഒന്ന് ഞാൻ പച്ചരിപ്പൊടിയും ബോയിൽഡ് റൈസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും 2 രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പച്ചരിപ്പൊടിയും ബോയിൽഡ് റൈസിൻ്റെ പൗഡറും കൂടെ ഉള്ള ഇതാണ്. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ 1 ടീസ്പൂണോളം ഓയിൽ കയ്യിലൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുകയില്ല, മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇത് ഞാൻ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ്, കണ്ടില്ലേ? ആ ഒരു പൗഡറും ചോറും കൂടെ ഉള്ള മിക്സാണിത്. ഇതിൽ ഞാൻ 1 ടീസ്പൂണോളം കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടും. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ഒരു ഡോ ആയിട്ട് കിട്ടും. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഒരു 13 എണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു 26 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ല ഉരുളകളാക്കിയെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതേ റൈസിൻ്റെ പൗഡറിൽ തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഈ നമ്മൾ മുക്കി വെച്ചിട്ടുള്ള ബോൾ എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് അമർത്തി കൊടുത്താൽ അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ അടുത്ത് അഥവാ ചപ്പാത്തി പ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒരു നല്ല പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ് എങ്ങാനും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ചപ്പാത്തി പ്രസ് ഉള്ളത് കൊണ്ട് ഇതുപോലെ ഇത് പരത്തിയതിന് ശേഷം ഞാൻ പൊടിയിലൊന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ പരത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാനൊരു സൗകര്യമാണ്.
ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി കൂടുതൽ വരുന്നേ ഉള്ളൂ. പക്ഷേ വേറെ ഒന്നും ഞാൻ ചെയ്തെടുക്കുന്നത്, ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടി ഇടാതെയാണ്. അതായത് ആദ്യം ഒന്ന് ബോൾ മാത്രം പൊടിയിൽ കോട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതുപോലെ പ്രസ്സിൽ വെച്ച് പരത്തിയിട്ട് ഡയറക്റ്റ് അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഞാൻ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കണ്ടില്ലേ? ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് പരത്തുമ്പോൾ ഒന്ന് ചൂടാവും, അത് ചൂടായി വരുന്ന സമയം കൊണ്ട് അടുത്തത് പരത്തിയെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. രണ്ട് കളറിലാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. പൊടി ഇട്ട് പരത്തുന്നത് നല്ല വൈറ്റ് കളറിലും, പൊടി കുറച്ച് യൂസ് ചെയ്തിട്ട് പരത്തുന്നതിന് അത്ര കളർ ഉണ്ടാവില്ല. അത് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് കാസറോളിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഒരു കാസറോളിൻ്റെ അടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബേസായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് ചുട്ടെടുത്തിട്ട് വെക്കുക. കാരണം ഇല്ലെങ്കിൽ അതിൽ ആവി ഇറ്റിയിട്ട് ചപ്പാത്തി ആകെ ഒരു നാശമായിപ്പോയി ഈ പത്തിരി. അതായത് പിന്നെ നമ്മൾ പൊടി ഇട്ട് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോട്ടൺ തുണി അവിടെ സൈഡിലവിടെ വെക്കുക. കാരണം ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ അതിനടിയിൽ ഇങ്ങനെ പൊടി കരിഞ്ഞു വരും. അപ്പോൾ ആ പൊടി ഒന്ന് തട്ടിയിട്ടാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ആ പൊടി ആ കോട്ടൺ തുണി വെച്ച് തട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ഇടുമ്പോൾ ആ ചപ്പാത്തി ആകെ ഒരു കറുപ്പ് കളറിലായിപ്പോവും. കാരണം ഈ പൊടി നല്ലപോലെ കരിഞ്ഞു വരും. കണ്ടില്ലേ? ഇത് നമുക്ക് ഈ കോട്ടൺ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചങ്ങ് വൃത്തിയാക്കാം. നിങ്ങൾ പൊടി ഇടാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് കളറിൽ കിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കല്ലിലോട്ട് ഇടുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഒരു കറുപ്പ് പുള്ളികളായിട്ട്, അതുപോലെ നമ്മൾ വെന്തിട്ടുള്ള ഒരു കളറില്ലേ, അങ്ങനെയാണ് വരിക. അപ്പോൾ രണ്ട് കളറിലുള്ളതും ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പൊടി ഇട്ടിട്ടുള്ളതാണ്. ഇതാവുമ്പോൾ നല്ല വൈറ്റ് കളറിൽ കിട്ടും. അപ്പോൾ പൊടിപ്പത്തിരി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഉണ്ടാവുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി അല്ലേ. അപ്പോൾ ഇത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാം. വളരെ ഈസിയാണിത്. കാരണം നമ്മുടെ മറ്റേ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പാടൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊടിപ്പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഞാൻ എന്തിനാണ് ഇങ്ങനെ അടിയിൽ ബേസ് വെച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവരുണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൊട്ടിയൊന്നും പോയിട്ടില്ല. ഈ ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകതയാണിത്. കണ്ടോ? ഇതിൻ്റെ അടിയിൽ കണ്ടോ ആവി ഇട്ടിട്ടുള്ള വെള്ളം. ഇത് നമ്മൾ അടിയിൽ ബേസ് വെച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മുടെ പത്തിരിയിൽ ഒട്ടിയിട്ട് അടിയിലുള്ള പത്തിരി ആകെ ഒരു നനഞ്ഞ് ഒരു മാതിരി ഇരിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റാത്തൊരു രീതിയിലായിപ്പോൾ. ഇതിപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ആയിട്ടില്ല. ഇത് നമുക്ക് ഇതിൽ തന്നെ അടച്ചു വെക്കാം. നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ ടൈം ആവുന്ന ആ സമയത്ത് എടുത്ത് തുറന്നാൽ മതി. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടുതൽ പൊടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. കണ്ടോ? ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നൊന്നുള്ള ഒരു പ്രശ്നവും ഇതിനില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഏത് തരം അരിപ്പൊടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. നൈസ് പത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. പക്ഷെ അതുണ്ടാക്കിയെടുക്കുന്ന മെനക്കേട് വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പിന്മാറുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഇനി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു മടിയുമില്ലാതെ വളരെ ടൈം ലാഭമാണ്. ഞാൻ അത്രയും പരീക്ഷ വിജയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്രയും പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കേണ്ട കേട്ടോ. കാരണം അത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് കണ്ടില്ലേ? നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോറെടുത്തിട്ട് അതേ തണുപ്പിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കണ്ട, പൊടി വറുക്കണ്ട, പിന്നെ ഏത് തരം പൊടി യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്. പിന്നെ നമ്മുടെ സാധാരണ നൈസ് പത്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതുണ്ടാക്കിക്കൂടാ? നമ്മൾ വെള്ളം തിളപ്പിച്ച് കുറേ സമയം അത് നമ്മൾ നൈസ് പത്തിരി സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കുറേ മെനക്കെടാണ് ശരിക്കും. കാരണം ഞാനതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ പൊടി ഇട്ട് പരത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് ഞാൻ പൊടി ഇടാതെ പരത്തിയിട്ടുള്ള ആ ഒരു നൈസ് പത്തിരി. ഇതിൻ്റെ കളർ കണ്ടില്ലേ? കുറച്ച് ചേഞ്ച് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.
ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.